ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേഹാസ് പാരഡൈസ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഫസ്റ്റ് തന്നെ കൊണ്ടുവച്ചത് ഇതാണ് കേട്ടോ. കുറച്ച് വാട്ടർമെലൺ, അതേപോലെ തന്നെ ബനാന, പിന്നെ ബ്രെഡ്, പിന്നെ ഒരു ജ്യൂസ് വന്നിരുന്നു, മുന്തിരി ജ്യൂസാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വന്നത് ബട്ടറും ജാമുമാണ്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഇത് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് നെക്സ്റ്റ് ഐറ്റം വന്നത് കേട്ടോ. നമ്മുടെ നല്ലൊരു ചെറുപയർ കറിയുണ്ട്, അതോടൊപ്പം തന്നെ പുട്ട്. ഇത്രയുമാണ് നമുക്ക് വന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഐറ്റം വന്നു. ഇത് എന്തോ സ്വീറ്റാണ് കേട്ടോ. അരിപ്പൊടിക്ക് എന്തോ കുഴച്ചുണ്ടാക്കിയ പോലത്തെ ഒരു ഉണ്ടൊക്കെ ആയിട്ട്, ഇതിൻ്റെ പേരെനിക്കറിയില്ല. നെക്സ്റ്റ് വന്നത് ഉപ്പുമാവാണ്. നല്ല ഉപ്പുമാവായിരുന്നു. എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് പൂളിൽ പോയി കുറച്ച് നേരം ഒന്ന് ഫ്രഷ് അതായത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം 11:30 നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് വന്നു. നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പാക്ക് ചെയ്തു കേട്ടോ. അതിനുശേഷം നിങ്ങൾക്കൊന്ന് റൂം ടൂർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ റിസോർട്ടിൽ നമ്മളെടുത്ത റൂം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ റൂം കാണാം. കണ്ടോ, നമുക്ക് നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു കേട്ടോ. നമുക്കൊരു ഫാമിലിക്കൊക്കെ അടിച്ച് പൊളിച്ച് നിൽക്കാൻ പറ്റിയ റൂമായിരുന്നു. നല്ലവണ്ണം ഷെൽഫുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്രീൻ കളറിലെ കുപ്പിലാണ് കേട്ടോ നമുക്ക് വെള്ളം തരാം. 2 കുപ്പി വെള്ളം നമ്മൾ ചെന്നതിന് ശേഷം നമുക്കവർ കൊണ്ടു തന്നതാണതേ. നമ്മളെ കിസ്സ ഉണ്ടായിരുന്നല്ലോ, അതാണ് കൂടും കിസ്സയുടെ ബാഗൊക്കെ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നല്ലൊരു ഷെൽഫൊക്കെ ഉണ്ട്, നല്ല വലിയൊരു മിററുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അടിപൊളി റൂം തന്നെയായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, താല്പര്യമുള്ളവർ ഈ ഭാഗത്ത് എന്താ പറയുക ടൂറൊക്കെ വരില്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റൂമൊന്ന് റിസോർട്ടൊന്ന് എടുത്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം. ഈ സൈഡിലായിട്ട് ബാത്റൂം വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ ഇത് ബാത്റൂമിൻ്റെ ഡോറാണ്. ബാത്റൂം നല്ല വലുപ്പമുള്ള ബാത്റൂമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല ടൈലും ഇങ്ങനത്തെ ഈ ഒരു ബേസിനും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും നല്ലത് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ഇത് ഫ്രണ്ടിലെ വിൻഡോയിൽ കൂടെയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല വ്യൂ ആണ്, നല്ല ഗ്ലാസ് വിൻഡോ ആയിരുന്നു. നമുക്ക് തുറക്കാതെ തന്നെ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസൊക്കെ കാണാം. പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡ് ഇട്ടേണ്ട ഈ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു വിൻഡോ ഉണ്ട്. ഇതിലേയും നല്ല അടിപൊളി വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കേട്ടോ. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങാം. പുറത്ത് നമ്മൾ കുറേ കണ്ടല്ലോ, ഇപ്പോൾ 2 വീഡിയോയിലായിട്ട് കുറേ ഭാഗം കണ്ടല്ലോ. അപ്പോൾ പുറത്ത് അത്യാവശ്യം അങ്ങനെ ഇരിക്കാനുള്ള 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ സുഖമായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല സ്പെൻഡ് ചെയ്യാനുള്ള. നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ വരാന്തയിലൊക്കെ വന്ന് ഇരിക്കാനോ ചില്ല് ചെയ്യാനോ ഉള്ള സമയമൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞു ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് ഒരു മൊട്ടക്കുന്ന് പോലൊരു സംഭവം ഉണ്ടെന്ന്. ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഞാൻ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് വന്നതിൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് കയറി വരാനായിട്ടേ. അപ്പോൾ പേടിച്ചിട്ട് ഫോൺ എടുത്തില്ല. മേലെ എത്തിയതിന് ശേഷം ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നടക്കാനിറങ്ങിയ സമയത്ത് കുറേ പട്ടികളൊക്കെ കണ്ടിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡല്ല, ഒരു വഴിയാണത്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കാഞ്ഞത്. ഫസ്റ്റ് ഇങ്ങനെ കുത്താനുള്ള കയറ്റണം, അപ്പം നമ്മളിപ്പോൾ വീണ് പോവോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളൊക്കെ മനസ്സിലോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വഴിയെടുത്തില്ല. തിരിച്ച് പോകുമ്പം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഭയങ്കര ഒരു വഴി തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തൊരു യാത്രയാണ് ഈ ഒരു വയനാട് ട്രിപ്പ്. റിസോർട്ടും നമ്മളെ റൂമും ഹെറിറ്റേജ് റൂമും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വയനാട്ടിലെ എല്ലാ കാഴ്ചകളും ഞാൻ വീഡിയോ ആക്കി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. നല്ലോണം ഇഷ്ടപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു കമൻറ്റ് തരാം കേട്ടോ. നല്ല നല്ല കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വയനാടിനോട് യാത്ര പറയുകയാണ്. ഒട്ടും തിരിച്ചു പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ച് ഇനിയും വരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വയനാടിനോട് വിട പറയുന്നത്. ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു റിസോർട്ട് ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇങ്ങനൊരു യൂട്യൂബ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കിത് വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു സേവ് ചെയ്യാനും പറ്റി. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ വീഡിയോ എടുത്ത് സേവ് ചെയ്താലും ഒന്നുമില്ല, നമ്മൾ ഫോൺ മാറുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ആ വീഡിയോസൊക്കെ മിസ്സാവും. ഇതിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും കാണാമല്ലോ. ചാനലൊന്നും വേറൊരു കാരണത്താലും അടിച്ചു പോയില്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ അല്ലേ. എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട്. ഒരുപാട് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എല്ലാവരും എന്തായാലും വയനാട്ടിലൊന്ന് വരിക, ഈ ഒരു നാട് കണ്ട് ഒന്ന് ആസ്വദിച്ചോളൂ. അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു പ്രകൃതി രമണീയമായ വിരുന്നൊരുക്കുന്നുണ്ട് വയനാട്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു പ്രകൃതി ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തു, യൂട്യൂബിലിടുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള, എന്നെപ്പോലെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോട്ടെ. നിങ്ങളും കൂടെ പോരൂ, നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ വയനാടിൻ്റെ മനോഹാരിത ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾക്കായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.